അടൂരിലെ പ്രമുഖ വസ്ത്രവിതരണ സ്ഥാപനമാണ് കരിക്കിനേത്ത് സിൽക്സ്. വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ഇന്നെന്തായാലും ജീവനക്കാർ പതിവ് പോലെ ജോലിക്കെത്തിയപ്പോൾ സ്ഥാപനം അടച്ചിട്ട നിലയിലാണ്. പൂട്ടൊക്കെ പൂട്ടി കിടക്കുന്ന സാഹചര്യമാണ്. വർഷങ്ങളായി ഇവിടെ ജോലിയെടുക്കുന്ന തൊഴിലാളികളൊക്കെ പെട്ടെന്ന് കട അടച്ചുകൂടി വലിയ പ്രതിസന്ധിയിലുമാണ്. അവരൊക്കെ തന്നെ പതിവ് പോലെ ജോലിക്കെത്തിയ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കട അടച്ചിട്ട നിലയിൽ കണ്ടത്. ചേട്ടാ, എന്തായിരുന്നു നമുക്ക് എന്തെങ്കിലും അറിയിപ്പ് കട അടയ്ക്കണമെന്ന് തന്നിരുന്നു? ഒരു മുന്നറിയിപ്പില്ലായിരുന്നു. പതിവ് പോലെ ശനിയാഴ്ച ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി. തിങ്കളാഴ്ച 2 ആഴ്ച കൊണ്ട് ഞായറാഴ്ച തുറക്കുന്നില്ല, നേരത്തെ തുറക്കുന്നതായിരുന്നു. കഴിഞ്ഞ 2 സൺഡേ ഓപ്പൺ അല്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ പതിപോലെ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ അടഞ്ഞ സ്ഥിതിയിലാണ്. ഒരു മുന്നറിയിപ്പും ഇല്ലായിരുന്നു. ഈ മാസത്തെ, അതായത് ജൂൺ മാസത്തെ ശമ്പളവും ആർക്കും കിട്ടിയിട്ടില്ല. വലിയ പ്രതിസന്ധിയാണല്ലോ. എല്ലാവരും പ്രതിസന്ധിയിലാണ്. കാരണം ഇവർ കൂടുതലും കുറച്ച് പേർക്ക് മാത്രമേ ആനുകൂല്യം PF ESA ആനുകൂല്യങ്ങളുള്ളൂ. അല്ലാതെ ഉള്ളവരാണ് കൂടുതലും. അതും സ്ത്രീകൾ കൂടുതൽ ഏജ് ഓവറായിട്ടുള്ളവരാണ്. ഇനിയിപ്പം ഈ സമയത്ത് പുറത്തു പോയാൽ ഒരു ജോലി ആർക്കും കിട്ടുന്നതല്ല. എല്ലാവരും, കുടുംബങ്ങളെല്ലാം പ്രതിസന്ധിയിലാണ്. ഈ ജീവനക്കാരൊക്കെ തന്നെ പെട്ടെന്ന് കട അടച്ചതോടുകൂടി വലിയ പ്രതിസന്ധിയിലാണ്. എന്ത് ചെയ്യണമെന്ന് പറയാൻ സാധിക്കാത്ത, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ്. ബുദ്ധിമുട്ടല്ല. പിന്നെ എത്രയോ പാവങ്ങളുടെ കുടുംബങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. എല്ലാവരും എത്ര പാവങ്ങൾ അവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള നോട്ടീസ് ഒന്നും തന്നിട്ടില്ല. ഒന്നും തന്നിട്ടില്ല, ഒരു നോട്ടീസും തന്നിട്ടില്ല, ഒന്നും പറഞ്ഞിട്ട് പോലും ഇല്ല. എല്ലാവരും ചേച്ചി, വലിയ ബുദ്ധിമുട്ടല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഈ ഓണം വരെയെങ്കിലും പോകുമെന്നൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഞങ്ങൾ സഹകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ കടക്കെതിരെയോ അല്ലെങ്കിൽ മാനേജ്മെന്റിനെതിരെ ഒന്നും ഞങ്ങൾ ഇത്ര സ്റ്റാഫുകളും വേറെ എവിടെയും പോയി ജോലിയും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ഒന്നാമത് ഓണ സമയമായി. ഈ 2 മാസം കൊണ്ട് എങ്ങും ജോലി കിട്ടത്തില്ല. പിന്നെ എല്ലാവരും ഒരുമാതിരി ഏജ് എല്ലാവരും 18-30 വയസ്സ് വരെയുള്ള ആൾക്കാരെ മതി. ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഒരു അറിയിപ്പ് എന്തെങ്കിലും ബന്ധപ്പെടുകയോ മറ്റോ ചെയ്തിരുന്നോ? ഇതിന്റെ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ശനിയാഴ്ച വരെ ഞങ്ങളോട് വന്ന് ഇവിടെ മാനേജർ ഇല്ലെങ്കിലും ഞങ്ങളോട് കാര്യങ്ങൾ പറയും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇങ്ങനൊരു സംഭവം പെട്ടെന്ന് ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. കാരണം ബുദ്ധിമുട്ടുമാണ്, വിഷമവുമാണ്. ഞങ്ങൾക്ക് സാലറി കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങൾ രാവിലെ വന്ന് ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകും? എന്തേലും അറിയിപ്പ് കിട്ടിയെങ്കിലല്ലേ നമുക്ക് വേറൊരു വഴി നോക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി അറിയില്ല ഞങ്ങൾക്കത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സാലറിയും തന്നിട്ട് ഞങ്ങളോട് പറയാം ഒരു വാക്ക്. എത്ര ജീവനക്കാരുണ്ട് മൊത്തം? ഞങ്ങൾ 10, 90, 75 സ്റ്റാഫുണ്ട്. ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ്. ജീവനക്കാർ പറയുന്നത് അവർക്ക് പെട്ടെന്ന് സ്ഥാപനം അടച്ചുപൂട്ടിയോടുകൂടിയോട് ഈ വലിയ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. 90ഓളം ജീവനക്കാരുണ്ട്. അവർക്ക് ജൂൺ മാസത്തെ ശമ്പളം ഉൾപ്പെടെ നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ കരിക്കനേത്തുമായി ബന്ധപ്പെട്ട 2013 കൊലപാതകവുമായി ബന്ധപ്പെട്ട കുറച്ചധികം വിവാദങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും ഈ അടൂരിലെ ഇവരുടെ സ്ഥാപനം അടച്ചുപൂട്ടിയിരിക്കുന്നത്. പെട്ടെന്ന് അടച്ചുപൂട്ടിയോടുകൂടി വലിയ പ്രതിസന്ധിയാണ് ഈ ജീവനക്കാർക്ക് എന്തായാലും ഉണ്ടായിരിക്കുന്നത്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം MEV ജയശങ്കർ, 24 പത്തനംതിട്ട.